ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ പുതിയ പ്രഭാതത്തിലെ നമ്മുടെ ഒന്നിച്ചുള്ള ചിന്തയ്ക്കായി ലഭിച്ചിരിക്കുന്ന വേദഭാഗം അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് റോമർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 21-ാം വാക്യം. തിന്മയോട് തോൽക്കാതെ നന്മയാൽ തിന്മയെ ജയിക്കുക. ഈജിപ്തിലെ പ്രവാസത്തിന് ശേഷം ഉണ്ണിയേശുവും മാതാപിതാക്കളും തിരിച്ചു പോകുന്ന വേളയിൽ രസകരമായ ഒരനുഭവം ഉണ്ടായതായി ഒരു ഐതിഹ്യമുണ്ട്. അവർക്ക് അറേബ്യൻ മണലാരണ്യത്തിൽ കൂടെ ബഹുദൂരം സഞ്ചരിക്കേണ്ടിയിരുന്നു. ദൂരം കുറയായപ്പോൾ വഴി നിശ്ചയമില്ലാതായി. ചുറ്റും മണലിൻ്റെ നിമ്നോന്നതങ്ങൾ മാത്രം. ഒരു കവലയിലെത്തിയ അവർ ഒരു യാത്രക്കാരനോട് വഴി ചോദിച്ചു. അയാൾ മറുപടി യാതൊന്നും പറഞ്ഞില്ലെന്ന് മാത്രമല്ല, കോപം കൊണ്ട് നെറ്റി ചുളിച്ച് കടന്നു പോവുകയും ചെയ്തു. കുറേ കഴിഞ്ഞപ്പോൾ മറ്റൊരു യാത്രക്കാരനെ കണ്ടു. അയാളോടും വഴി ചോദിച്ചു. അയാൾ വളരെ സന്തോഷത്തോടെ വഴി കാണിച്ചു. മാത്രമല്ല, തിരുക്കുടുംബത്തെ നസ്രത്ത് പട്ടണം വരെ അനുഗമിക്കുകയും ചെയ്തു. യാത്രക്കാരൻ യേശുവിനും മാതാപിതാക്കൾക്കും അഭിവാദനം അർപ്പിച്ചു മടങ്ങിയപ്പോൾ യേശുവിൻ്റെ അമ്മ യേശുവിനോട് ചോദിച്ചു, ഉണ്ണി, ആ യാത്രക്കാർ രണ്ടുപേർക്കും എന്ത് സമ്മാനം കൊടുക്കുവാനാണ് നിശ്ചയിക്കുന്നത്? ഉണ്ണിയേശു ഇങ്ങനെ പറഞ്ഞു, ഒന്നാമത്തെ യാത്രക്കാരന് സുശീലയായ ഒരുവളെയും രണ്ടാമന് ദുസ്വഭാവനീയായ ഒരുവളെയും ഭാര്യമാരായി കൊടുക്കുവാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. ഇത് കേട്ട് വിസ്മയിച്ച് യേശുവിൻ്റെ അമ്മ ചോദിച്ചു, അങ്ങനെ ചെയ്യാൻ എന്താണ് കാരണം? യേശു പറഞ്ഞു, ആദ്യത്തെ മുരട്ട് സ്വഭാവക്കാരനെ അയാളുടെ സത്സ്വഭാവിയായ ഭാര്യ പവിത്രീകരിക്കും. രണ്ടാമത്തെ മനുഷ്യൻ മര്യാദക്കാരനാണല്ലോ, അയാളുടെ മധുര സ്വഭാവം കൊണ്ട് ദുസ്വഭാവനീയായ അയാളുടെ ഭാര്യയും പവിത്രയാകും. ഈ കഥയ്ക്ക് ഐതിഹ്യം എന്നതിൽ കവിഞ്ഞ ആധികാരികത ഒന്നുമില്ലെങ്കിലും മനുഷ്യ ജീവിതത്തിലെ മർമ്മപ്രധാനമായ ഒരു തത്വം അത് വെളിപ്പെടുത്തുന്നു. നന്മയും തിന്മയും നിറഞ്ഞ ഈ ലോകത്തിൽ നന്മ കൊണ്ട് തിന്മയെ ജയിക്കുക എന്നതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. മനുഷ്യർ ഓരോരുത്തരും പരസ്പര പൂരകങ്ങളാണ്. എല്ലാ കഴിവുകളും തികഞ്ഞവർ ആരുമില്ല. സഹചരുടെ കുറവുകൾ പരിഹരിക്കാൻ വേണ്ടി നമ്മുടെ കഴിവുകൾ കൂടെ വിനിയോഗിക്കണം. ആകയാൽ ഇന്നത്തെ ഈ ഒരു ധ്യാനത്തിലൂടെ നമ്മുടെ ജീവിതയാത്രയിലുള്ള തിന്മകളെ തോൽപ്പിച്ചുകൊണ്ട് നന്മയുടെ വക്താക്കളായി ജീവിപ്പാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, നൽകി തന്ന വചനത്തിനായി നന്ദിയോടെ സ്തോത്രം. തിന്മ നിറഞ്ഞ ഈ ലോകത്തിൽ ഞങ്ങൾ ജീവിക്കുമ്പോൾ നന്മയുടെ വക്താക്കളായി ജീവിപ്പാൻ തക്കോണം ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. ഞങ്ങളുടെ വാക്കുകളും ഞങ്ങളുടെ ചെയ്തികളുമെല്ലാം നന്മ നിറഞ്ഞ അനുഭവമുള്ളതായി തീരുവാൻ തക്കവണ്ണം അവിടുന്ന് കൃപ ചെയ്യണമേ. പുത്രൻ്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം പിതാവേ. ആമേൻ.